ആൻഡ് വെൽക്കം ടു ദി ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാറാ ജോസഫിൻ്റെ ഒതപ്പ്. സാറാ ജോസഫ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, അതുപോലെ നോവലിസ്റ്റാണ്. അവരുടെ നോവൽസ് അലാഹയുടെ പെൺമക്കൾ 1999. സോ ആ ഒരു നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. മട്ടത്തി 2003 പബ്ലിഷ് ചെയ്തതാണ്. ഒ ചന്തുമേനോൻ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഊരുകാവൽ എന്ന് പറയുന്നത് 2008 പബ്ലിഷ് ചെയ്തതാണ്. ആ ഒരു വർക്കിന് ബഷീർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആദി 2011. ഒതപ്പ് എന്നത് ഒരു മലയാളം നോവലാണ്. സാറാ ജോസഫാണ് എഴുതിയിട്ടുള്ളത്. 2005 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു നോവലെന്ന് പറയുന്നത് ഒരു ട്രിലജിയിൽ വരുന്ന മൂന്നാമത്തെ നോവലാണ്. ബാക്കി രണ്ടെണ്ണം അലാഹയുടെ പെൺമക്കളും അതുപോലെ മട്ടത്തിയാണ്. സോ ഈ മട്ടത്തി എന്ന് പറയുന്നത് അലാഹയുടെ പെൺമക്കളുടെ ഒരു സീക്വലായിട്ടാണ് വരുന്നത്. അതേസമയം ഒതപ്പുവിൽ ഒരു സെൻട്രൽ ഫീമെയിൽ ക്യാരക്ടറും ഉണ്ട്. സോ നമ്മുടെ ഒതപ്പുവിൽ സെൻട്രൽ ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് അവർ ആ ഒരു സ്പിരിച്വാലിറ്റിയെ പറ്റിയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ തന്നെ സെക്ഷുവാലിറ്റിയെ പറ്റിയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഹിപ്പോക്രസിയും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ അവരൊരു നണ്ണായിട്ടാണ് ജീവിക്കുന്നത്. സോ അതിൽ നിന്നും ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിലീജിയസ് നോംസിൽ നിന്നും പ്രാക്ടീസസിൽ നിന്നും ആ ഒരു കംപ്ലീറ്റ് ഷാക്കിൾസിൽ നിന്നും പുറത്തേക്ക് വരാനാണ് അവർ ശ്രമിക്കുന്നത്. ആൻഡ് മാർഗലിത എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അവർക്ക് ഇൻഡിവിജ്വൽ ഫ്രീഡം വേണം. ആൻഡ് അവരുടെ ആ ഒരു പേഴ്സണൽ വ്യൂസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതെ അവരെ ഈ ഒരു നൺ എന്ന ഒരു ജീവിതത്തിലോട്ട് തള്ളി വിടുകയാണ് ചെയ്തത്. സോ ഈ നമ്മുടെ ഒതപ്പിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഒതപ്പ്, ദി സെൻഡ് ഓഫ് ദി അതർ സൈഡ്. അതിന് ട്രാൻസ്ലേഷനുള്ള ക്രോസ് വേർഡ് ബുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഇതിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെ നോക്കാം. മാർഗലിത എന്ന് പറയുന്നത് ആ കോൺവെൻറ്റിൽ ജീവിക്കുന്ന ഒരു നണ്ണായിരുന്നു. അവരൊരു കോൺവെൻറ്റ് വിട്ടിറങ്ങുകയാണ്, കാരണം അവർക്ക് ആ ഒരു ലൈഫിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട്. അടുത്തത് റോയി ഫ്രാൻസിസ് കരീക്കൻ. സോ ഈ കരീക്കൻ എന്ന് പറയുന്നത് ഒരു പ്രീസ്റ്റാണ്. ആ ഒരു ചേർച്ചിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു പ്രീസ്റ്റാണ്. സോ ആ ചർച്ചിൻ്റെ രീതി അനുസരിച്ച് പുവറായിട്ടുള്ളവർക്ക് ഒരു രീതിയും അതുപോലെ റിച്ചും ഇൻഫ്ലുവൻഷ്യലും ആയിട്ടുള്ള ആൾക്കാർക്ക് വേറൊരു രീതിയാണ്. ആൻഡ് അതുപോലെ മാർഗലിതയോട് ആ ഒരു ഡിസയർ തോന്നിയപ്പോഴത്തേക്ക് അവർ പ്രീസ്റ്റ്ഹുഡ് വിട്ട ഒരാളാണ്. പക്ഷേ ലേറ്റർ ആ ഒരു മാർഗലിതയെ അബാൻഡൻ ചെയ്യുന്നുണ്ട്. പിന്നെ അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. ഒരു ക്രിസ്ത്യൻ ഫ്രീ തിങ്കറാണ്, അതുപോലെ സോഷ്യൽ റിഫോമറാണ്. പിന്നെ ജോണും സാറ കൊച്ചമ്മയുണ്ട്. ഇവർ രണ്ടുപേരും കശീഷ ഫാമിലി ഉണ്ടല്ലോ, അതിൽ വരുന്നതാണ്. ആ കോൺവെൻറ്റ് വിട്ടിറങ്ങുന്ന മാർഗലിതയെ പിന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് ഈ സിറിയൻ ക്രിസ്ത്യൻ കപ്പിളാണ്. റെബേക്ക എന്ന് പറയുന്നത് മാർഗലിതയുടെ കസിനാണ്. ആൻഡ് കൈൻഡ് ഓഫ് എ വാഗബോണ്ടർ പ്രീച്ചർ, അതുപോലെ ഒരു ഹീലറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ എൻ്റെ സമ്മറി നോക്കാം. സോ ഈ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാർഗലിത ആ ഒരു ഡീഫ്രോക്കിംഗ് ചെയ്തിട്ട് വരുന്നതാണ്. സോ അച്ഛൻ വട്ടം അഴിച്ചു വെക്കുക എന്ന് പറയത്തില്ല, അതുപോലെ ഈ നണ്ണായിട്ടുള്ളവർ ആ ഒരു ഫ്രോക്ക് അഴിച്ചു വെച്ചിട്ട് സ്വന്തം രീതിക്ക് അനുസരിച്ച് ഇറങ്ങി വന്ന ഒരാളാണ്. ആൻഡ് അവർ അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരെ ആ വീട്ടിലെ സ്റ്റോർ റൂമിൽ പൂട്ടിയിടുകയാണ് ചെയ്തത്. സ്റ്റോർ റൂം എന്ന് പറയുമ്പോൾ അവിടെ പച്ച പഴം പഴുക്കാൻ വേണ്ടി വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആൻഡ് 3 ദിവസത്തേക്ക് പൂട്ടിയിട്ടിട്ട് വെള്ളമോ ഫുഡോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. അതിനുശേഷം അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, കാരണം ആ ഒരു അവരുടെ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഫാമിലിയിലോട്ട് തിരിച്ച് കയറ്റത്തില്ല എന്നവർക്ക് മനസ്സിലായി. അതിനുശേഷം അങ്കമാലിയിലോട്ടൊരു ട്രെയിൻ ജേണി എടുക്കുന്നുണ്ട്. അതുപോലെ അവർ രാത്രി സ്പെൻഡ് ചെയ്യുന്നത് ഹോസ്പിറ്റലിലാണ്. ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവർക്കൊരു സേഫസ്റ്റ് പ്ലേസ് ആയിരിക്കും എന്നാണ് അവർ കരുതുന്നത്. അതിനുശേഷം ഫാദർ റോയി ഫ്രാൻസിസ് കരീക്കൻ അവരെ ജോൺ കശീഷയുടെ കൂടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കുന്നുണ്ട്, ജോൺ കശീഷയുടെ ഫാമിലി ആയിട്ട്. സോ ഫാദർ കരീക്കൻ എന്ന് പറയുന്നതാണ് ഇതിലെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. സോ ഈ കരീക്കനും ഭയങ്കര ഡിസല്യൂഷൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ചേർച്ചിൻ്റെ പ്രാക്ടീസസിലൊന്നും താല്പര്യമില്ല. ആൻഡ് ഹീസ് ഓൾസോ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു മാർഗലിത. സോ മാർഗലിത കശീഷ ഫാമിലിയുടെ കൂടെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇവളുടെ ആ ഒരു ചരിത്രമൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവരായിട്ട് പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ റബേക്കയും ഈ മാർഗലിതയെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ക്രിസ്ത്യൻ ഫ്രീ തിങ്കർ സോഷ്യൽ റിഫോമറായിട്ടുള്ള അഗസ്റ്റിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ആൻഡ് ഈ കരീക്കന് മാർഗലിതയോടൊരു ഡിസയർ തോന്നിയെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ആ ഒരു പ്രീസ്റ്റ്ഹുഡ് വിട്ടിട്ട് മാർഗലിതയായിട്ടൊരു ലൈഫ് കരീക്കൻ സ്വപ്നം കാണുന്നുണ്ട്.
സോ കരീക്കൻ അതിനൊരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, മാർഗലിതയും കൊണ്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. സോ ഇത് കാണുന്ന പാരൻസ് ഭയങ്കരമായിട്ട് ഷോക്കാവുകയും കരീക്കൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ കരീക്കനെ ഈ അച്ഛൻ പട്ടത്തിന് വേണ്ടി വിട്ടതാണ്. സോ കംപ്ലീറ്റ്ലി ഡിവോഷണലായിട്ട് നിൽക്കേണ്ട ഒരാൾ അത് അഴിച്ചു വെച്ചിട്ട് ഒരു മാരീഡ് ആയിട്ടുള്ളൊരു ഒരു ലൈഫ്, ഒരു സെക്ഷൽ ലൈഫ് വേണമെന്ന് പറഞ്ഞത് അവർക്ക് ആ ഒരു പാരൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഈ ഒരു സൂയിസൈഡ് കാരണം കരീക്കൻ ഫിസിയോളജിക്കലി അതുപോലെ സൈക്കോളജിക്കലി, ഇമോഷണലി, ഐഡിയോളജിയൊക്കെ ഭയങ്കര വീക്കായിപ്പോയി. ആൻഡ് പിന്നെ കരീക്കന് മനസ്സിലാവുന്നുണ്ട് മാർഗലിത പ്രഗ്നൻ്റ് ആണ്, അയാളുടെ ചൈൽഡ് മാർഗലിതയുടെ ഉള്ളിലുണ്ട്. സോ അത് മനസ്സിലാക്കുന്ന കരീക്കൻ ഈ മാർഗലിതയെ അബാൻഡൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്വീപ്പറായിട്ട് ദൂരെ ഒരു ചർച്ചിൽ പോയി ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ആരും മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ അഗസ്റ്റിൻ മാർഗലിതയ്ക്ക് ഒരു ഓർഫൺ ബോയിയെ കെയറിന് വേണ്ടി കൊടുക്കും, നാണു എന്ന് പറയുന്ന. അപ്പം ഈ മാർഗലിതയുണ്ട്, അതുപോലെ നാണു, അതുപോലെ അൺബോൺ ചൈൽഡും ഒക്കെ ഉണ്ട്. സോ മാർഗലിതയ്ക്ക് ഇതിന് ശേഷം ഒരു കൈൻഡ് ഓഫ് എ ന്യൂ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ആൻഡ് മാർഗലിത മനസ്സിലാക്കുന്നുണ്ട് ഷീസ് എ പിലിഗ്രിം ഓൺ എ റെവല്യൂഷണറി റോഡ്. സോ മാർഗലിത എന്ന് പറയുന്നത് ഒരു പുതിയൊരു രീതിക്ക് വന്ന ഒരാളാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ ആ ഒരു എക്സിസ്റ്റിംഗ് സോഷ്യൽ നോംസിനെ, സോഷ്യൽ സ്ട്രക്ചറിനെയൊക്കെ ചലഞ്ച് ചെയ്യുകയും അതിന് എഗൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് മാർഗലിത ചെയ്യുന്നത്. She refuses the wealth willed to her and by her mother and boldly set out to fulfill her individual destiny along with Nanu and her unborn child and free from the constraints of the church but also her family and social conventions. So നമ്മുടെ മാർഗലിത ആ ഒരു ഇൻഡിവിജ്വൽ ഡെസ്റ്റിനി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ നാണുവിനെയും അൺബോൺ ചൈൽഡിനെയും കൊണ്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ചർച്ചിൻ്റെ അല്ലെങ്കിൽ ആ ഫാമിലിയുടെ സോഷ്യൽ കൺവെൻഷൻസിൽ നിന്നും ആ ഒരു ഷാക്കിൾസിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഈ നോവലിൽ ബിബ്ലിക്കൽ അലിഗോറിക്കൽ റെഫറൻസസ് വരുന്നുണ്ട്. സോ ക്രൈസ്റ്റിന് മാഗി എങ്ങനെയാണ് ഗിഫ്റ്റ് കൊണ്ടുവരുന്നത്, അതുപോലെ നമ്മുടെ മാർഗലിതയുടെ അൺബോൺ ചൈൽഡിന് 3 നൺസ് ഗിഫ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് റെബേക്ക എന്ന് പറയുന്നത് ആ ഒരു മേരിയുടെ റോള് പ്ലേ ചെയ്യുന്നുണ്ട് മാർഗലിതയെ കാണാൻ വരുന്ന സമയത്ത്, കാര്യം പ്രഗ്നൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വരുമ്പോഴത്തേക്ക്. അതുപോലെ ചില ക്യാരക്ടേഴ്സ് ചില കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ബൈബിൾ വേഴ്സസും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സാറാ ജോസഫ് ഇവിടെ ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറിൻ്റെ തോട്ട് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും ആ ഒരു ചേർച്ചിൻ്റെ ഒരു കമൻട്രിയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. സോ ഇതിലൊരു മെയിൻ തീം എന്ന് പറയുന്ന ഒരു ചേർച്ചിൻ്റെ കാര്യം തന്നെയാണ്. സോ ആ കാര്യം ലാസ്റ്റിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നതുമില്ല. സോ ചേർച്ച് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആൻഡ് റിച്ച് ആയിട്ടുള്ള സംഭവമാണ്. അത് ശരിക്കും ആ ഒരു ജീസസിൻ്റെ രീതി ഒന്നും തന്നെ അല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സോ ഈ ജോൺ കശീഷയുടെ ഹോമിലാണെങ്കിലും ഈ അഗസ്റ്റിൻ്റെ എക്സെൻട്രിക് ഫോറസ്റ്റ് മിഷനിലാണെങ്കിലും സോ അതൊക്കെ കൈൻഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് ഈ ക്രൈസ്റ്റിൻ്റെ പാത പിന്തുടർന്ന് പോകുന്ന ഏതൊരു ഇൻഡിവിജ്വലിന് വേണമെങ്കിലും ആ ഒരു കിങ്ഡം ഓഫ് ഹെവൻ എർത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ നമ്മുടെ ഈ ഒരു ഹോൾ ഇഷ്യൂവിനെ എങ്ങനെ എസ്കേപ്പ് ആവാം എന്നൊരു കാര്യം ഓതർ പറയുന്നില്ല. ഇതൊരു ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ റീഡേഴ്സിനെ വായിച്ചിട്ട് എങ്ങനെ വേണോ ഇതിൻ്റെ കൺക്ലൂഷൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ എസ്കേപ്പ് ആകണം എന്നത് റീഡേഴ്സിനുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മുടെ നോവൽ പോകുന്നത്. മാർഗലിതയാണെങ്കിലോ അല്ലെങ്കിൽ കരീക്കനാണെങ്കിലോ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നില്ല. അവർ ഈ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്ന അല്ലാണ്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ ഇതിൽ വരുന്ന തീംസ് ആദ്യത്തെ ദി അതർ സൈഡ്. സോ ഈ അതർ സൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു അൺഎക്സ്പ്രസ്ഡ് വിഷസ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസിൻ്റെ കോംപ്ലക്സിറ്റി, ആ ഒരു സൂതിങ് സൊലസ്, അത് പീസ്ഫുൾ കൺഫ്രണ്ടേഷൻ, ഇതൊക്കെ മാർക്ക് ചെയ്യപ്പെടാണ്ട് പോയ കാര്യങ്ങളാണ്. ഇതാണ് അതർ സൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സെൽഫ് ഐഡൻറ്റിറ്റി, മാർഗലിത ഒരു സെൽഫ് ഏലിയനേഷനിലൂടെ പോകുന്ന ഒരു കാര്യവും സ്വന്തമായ ഒരു സെൽഫും ഐഡൻറ്റിറ്റിയെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യവും പറയുന്നുണ്ട്. സോ ആ ഒരു പാഷനും ഡിസയറിൻ്റെയും ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അടുത്ത ക്രിസ്ത്യാനിറ്റി. സോ ഒതപ്പ് എന്ന് പറയുന്ന സംഭവം കേരള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് റോമൻ കത്തോലിക്സ് ഉണ്ട്, അതുപോലെ സിറിയൻ ക്രിസ്ത്യൻസ് ഉണ്ട്, അതുപോലെ ആൻഡ് ചെരിഷ്മാറ്റിക്സ് ഹു എംഫസൈസ് ഫ്രീ വർഷിപ്പ് ആൻഡ് ഫെയ്ത്ത് ഹീലിംഗ്. അതുപോലെ ചെരിഷ്മാറ്റിക്സ് എന്ന് പറയുന്ന ആൾക്കാർ ഈ ഫ്രീ വർഷിപ്പും ഫെയ്ത്ത് ഹീലിംഗും എംഫസൈസ് ചെയ്യുന്നവരാണ്. ഒതപ്പ്, the winner of the 2 state-level awards, raises important issues revolving around a self-consciously religious society, the role of piety, spirituality, family, sexuality and the freedom of the individual or the lack of it.
സോ ഇതിനകത്ത് ഒരുപാട് ഇഷ്യൂസ് പറയുന്നുണ്ട്. ആ ഒരു പൈത്യയെ പറ്റി, അതിൻ്റെ സ്പിരിച്വാലിറ്റിയെ പറ്റി, ഫാമിലിയെ പറ്റി, സെക്ഷുവാലിറ്റിയെ പറ്റി, ആൻഡ് അതുപോലെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു ലാക്ക് ഓഫ് ഫ്രീഡം അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ബിബ്ലിക്കൽ കൊട്ടേഷൻസും അല്യൂഷൻസും പറയുന്നുണ്ട്. ആൻഡ് മലയാളി ക്രിസ്ത്യൻ സൊസൈറ്റിയുടെ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സെക്ഷൽ കോഡ്സ് ഓഫ് ബിഹേവിയർ, ഒതപ്പ് എ ക്രൂഷ്യൽ ടെക്സ്റ്റ് ചീഫ്ലി ബിക്കോസ് ദി സോഷ്യോ സൈക്കോളജിക്കൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി കോൺവെൻറ്റ് ലൈഫ്. കോൺവെൻറ്റ് ലൈഫ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം അതിൽ പറയുന്നുണ്ട്. ആൻഡ് കോൺട്രഡിക്ഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ്, അതിൻ്റെ കോൺട്രഡിക്ഷൻസും കോൺഫ്ലിക്ട്സും പറയുന്നുണ്ട്. ഹാവ് ബീൻ റെയർലി ഡിസ്കസ്ഡ് ഇൻ ഇന്ത്യൻ ഫിക്ഷൻ. സോ ഇന്ത്യൻ ഫിക്ഷനിൽ ഈ ഒരു ചേർച്ചിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു കോൺവെൻറ്റ് ലൈഫ് എങ്ങനെയാണോ എന്നൊന്നും അധികം ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല. നോർ ഹാസ് ഫീമെയിൽ സബ്ജക്റ്റിവിറ്റി ഇൻ ദ മലയാളി ക്രിസ്ത്യൻ കൾച്ചർസ്കേപ്പ് ഹാസ് ബീൻ മെയ്ഡ് അവൈലബിൾ ഇൻ ഇംഗ്ലീഷ്. സോ മലയാളി ക്രിസ്ത്യൻസ് എങ്ങനെയാണ്, അവിടെ വരുന്ന ഒരു ഫീമെയിൽ സബ്ജക്റ്റിവിറ്റി എങ്ങനെയാണ് എന്നൊന്നും തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇംഗ്ലീഷിൽ. As Sarah Joseph tunnels into the lives of her characters, the conclusion shows people up for who they really are and what they are prepared to bear in support to their actions. സോ ആൾക്കാർ എങ്ങനെയാണെന്നും അവരുടെ ആ ഒരു ആക്ഷൻസിനെ അവരെങ്ങനെ ബിയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു നോവൽ.